ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പാർട്ടികളിലും തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ചോക്ലേറ്റും വാനിലയും അതിൻ്റെ എല്ലാം ഫ്ലേവർ ഒന്നിച്ച് വന്നിട്ടുള്ള ഒരു കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കാം. 2 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാനില എസെൻസ് ഒരു 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗറും കൂടി ഇട്ടിട്ട് നമുക്ക് മുട്ട എന്ത് ചെയ്യുക, ഒരു ആദ്യം ലോ സ്പീഡിലിടുക, പിന്നെ മീഡിയം, പിന്നെ അതുപോലെ തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് നമുക്ക് മുട്ട നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ മൈദ അരിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ടോട്ടൽ 1/2 കപ്പോളം ഫ്ലോറാണ് വേണ്ടത്. അതിൽ 1/4 കപ്പ് കൊക്കോ പൗഡറും അതുപോലെ തന്നെ 1/4 കപ്പ് മൈദയും അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 3 തവണ വേണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ പതഞ്ഞ് വന്ന മുട്ടയിലേക്ക് നമുക്ക് ഈ ഒരു ഫ്ലോർ മിക്സ് ചേർക്കാം. അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിത് ഒരു വാം വൈറ്റിൽ പാൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വാം വാട്ടർ ചേർത്താലും മതി. എന്നിട്ടൊന്ന് ബീറ്ററോട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ബീറ്റർ ഓൺ ആക്കാണ്ട് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഓൺ ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്താൽ ചിലയാക്കിയത് ആദ്യം ചെയ്യുന്നവർക്കാണ് ഇത് ഫുള്ളായിട്ട് താണു പോകും കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ഒന്ന് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്പഞ്ചിൻ്റെ റെസിപ്പിയിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഇതിൽ ഫുള്ളായിട്ട് വീഡിയോ കാണിച്ചു തന്നേയില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാ ഫ്ലോർ മിക്സും ഇതുപോലെ നമ്മളെ വാട്ടറും അതുപോലെ തന്നെ ഫ്ലോറും എല്ലാം ചെറുതായിട്ട് ഇട്ടെടുത്തിട്ട് നമുക്ക് ബാച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രമേ എടുക്കുന്നില്ലൂ കേട്ടോ. നമ്മളെ പാലാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ അങ്ങനെ അത്ര ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അധികം ചേർത്ത് കൊടുത്താൽ നമ്മൾ ബാറ്റർ ലൂസായാലും നമ്മുടെ സ്പഞ്ച് ഭയങ്കര സോഫ്റ്റ് ആവും, പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പഞ്ച് അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ മെഷീനിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മളെ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ, കട്ടകളെല്ലാം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഓവനിലോ അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ട്രേയിലൊന്നും അല്ല കേട്ടോ സെറ്റ് ചെയ്ത്, നമ്മൾ സാധാരണ നോർമൽ കുംസി പാത്രത്തിൽ എന്നിട്ട് നമ്മുടെ കേക്ക് ഇവിടെ കുക്കാക്കി ബേക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ നമുക്ക് ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ് അത്രയും എടുക്കും. 2 മുട്ടൻ്റെ കുംസിൽ കേക്കിൽ അപ്പോൾ വേഗനാവും കേട്ടോ. അപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഒരു 1/4 കപ്പോളം മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പോളം വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 2 to 3 ടേബിൾ സ്പൂണോളം പാൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ അതിലേക്ക് 1/4 ടീസ്പൂണോളം വാനില എസൻസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഭയങ്കര നമുക്ക് ഫ്ലഫി ആയിട്ട് നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്യുന്ന പുഡിങ്ങില്ല. എന്നിട്ട് ആ ഒരു ക്രീം നമുക്ക് എന്ത് ചെയ്യുക, 2 പാർട്ടീഷനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് ക്രീം ഉണ്ടാക്കുന്നുണ്ട്, ചോക്ലേറ്റും അതുപോലെ തന്നെ വാനില ഫ്ലേവറിൽ ക്രീമും റെഡിയാക്കുന്നത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2ലേക്ക് നമ്മൾ നേരത്തെ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാകും നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് തന്നെയാണ്. അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമും അതുപോലെ തന്നെ സ്പഞ്ച് മേലിൽ റെഡി ആയിട്ടുണ്ട്. സ്പഞ്ച് നമുക്കൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് പാലിലേക്ക് ജസ്റ്റ് ബൂസ്റ്റിൻ്റെ പൗഡർ മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. അതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീമും അതുപോലെ തന്നെ 2 ടൈപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഓൾറെഡി നട്ട്സ് ഇല്ല ചോക്ലേറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്രഞ്ചിനെസ് വേണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, നട്ട്സെല്ലാം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പഞ്ച് ഈ ഒരു ട്രേയിൽ ഏത് ട്രേയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിൽ നല്ല കറക്റ്റായിട്ട് തന്നെ
ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാനൊരു ലെയർ സ്പഞ്ച് മാത്രമേ കൊടുക്കുന്നില്ലൂ. പിന്നെ ആ ഒരു സ്പഞ്ചിന് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബൂസ്റ്റിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയത് അത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷില്ലേ നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഓൾറെഡി നട്ട്സ് ഉള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് ഉണ്ട്. നട്ട്സ് ഇല്ലാത്ത പ്ലെയിൻ ചോക്ലേറ്റ്, അതായത് നമ്മളെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണെങ്കിൽ ഈ ഒരു ടൈം നമുക്ക് ഇടയിലായിട്ട് നമുക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലിലേക്കായിട്ട് നമ്മൾ വാനില ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 ലെയർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം അടുത്ത സ്പഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അത് വെറ്റതിന് ശേഷം മാത്രം വാനില ക്രീം തേച്ച് കൊടുത്താൽ മതി. നമ്മൾ വൈറ്റ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് നമ്മളെ വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ഇതില്ലേ അതെന്ത് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതിലും നട്ട്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നേരത്തെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് ജസ്റ്റ് അവിടെ ആയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിലായിട്ട് എനിക്കിൻ്റെ മേലിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഗാർണിഷിങ്ങിന് ചേർക്കുക. ഗാർണിഷിങ്ങിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ക്രീമി പുഡിങ്ങാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ പാർട്ടികളിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല സ്റ്റാർ ആകുന്ന ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ.